Good morning. Today we are going to discuss preliminary treatment of sewage. It involves mainly three methods: screening, grid chamber, and skimming tank. Screens. A screen is a device with uniform sized openings used to retain floating solids in the sewage by mechanical straining action. സ്ക്രീൻസ് സിമ്പിളായിട്ട് നമുക്ക് അരിപ്പ എന്ന് പറയാം. ഓക്കെ, ഒരു അരിപ്പ എങ്ങനെയായിരിക്കും? ഒരു അരിപ്പയിൽ യൂണിഫോം സൈസുള്ള ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ടായിരിക്കും. എന്തിനാണ് ഒരു അരിപ്പ യൂസ് ചെയ്യുന്നത്? ഫ്ലോട്ടിംഗ് സോളിഡ്സിനെയും മറ്റും കണ്ടുപിടിച്ച് റീറ്റെയിൻ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടി അല്ലേ? മെക്കാനിക്കൽ സ്ട്രെയിനിങ് ആക്ഷൻ വഴിയാണ് നമ്മൾ സ്ക്രീൻസ് പ്രവർത്തിപ്പിക്കുന്നത്. അതായത് നമ്മൾ സ്ക്രീൻസ് ഇങ്ങനെ അരിക്കും അല്ലേ? ലൊക്കേഷൻ. സ്ക്രീൻസ് ആർ ജനറലി ലൊക്കേറ്റഡ് ബിഫോർ ദി ഗ്രിഡ് ചാമ്പർ. ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ സ്ക്രീൻസ് നമ്മൾ എപ്പോഴും പ്ലേസ് ചെയ്യുന്നത് ഗ്രിഡ് ചാമ്പറിന് മുമ്പിലായിട്ടാണ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ഓഫ് സ്ക്രീൻസ്? എന്തൊക്കെയാണ് സ്ക്രീൻസിൻ്റെ വ്യത്യസ്ത ഒബ്ജക്റ്റുകൾ? ടു റിമൂവ് ഫ്ലോട്ടിംഗ് സോളിഡ്സ് ലൈക്ക് പീസസ് ഓഫ് ക്ലോത്ത്, പേപ്പർ, വുഡ്, ഫൈബർ, കിച്ചൺ റെഫ്യൂസ്, ഗ്രാസ് എക്സെട്ര ഫ്രം സീവേജ്. സീവേജിൽ നിന്ന് ഫ്ലോട്ടിംഗ് സോളിഡ്സ് ആയിട്ടുള്ള ഡ്രസ്സസിൻ്റെ പീസസ്, പേപ്പർ, വുഡ്, ഫൈബർ, കിച്ചൺ വേസ്റ്റ്, ഗ്രാസ് എല്ലാം റിമൂവ് ചെയ്യുന്നതിന് സ്ക്രീൻസ് സഹായിക്കുന്നു. ടു അവോയ്ഡ് ചോക്കിംഗ് അപ്പ് ഓഫ് സ്മാൾ പൈപ്സ് ഓർ അഫക്റ്റിംഗ് ദി വർക്കിംഗ് ഓഫ് പമ്പ്സ്. സ്ക്രീൻസ് ഉപയോഗിക്കുക വഴി ഈ ഫ്ലോട്ടിംഗ് സോളിഡ്സ് ഒക്കെ വെള്ളത്തിൽ അല്ലെങ്കിൽ സീവേജിൽ പെട്ട് കഴിഞ്ഞാൽ പൈപ്സ് ഒക്കെ ചോക്ക് ചെയ്യും, അല്ലെങ്കിൽ പമ്പിൻ്റെ വർക്കിങ്ങിനെയൊക്കെ അത് ബാധിക്കും, ഈ ഫ്ലോട്ടിംഗ് മാറ്റേഴ്സ് എല്ലാം അടിഞ്ഞുകൂടിയിട്ട്. ഓക്കെ, സോ അത് ഒഴിവാക്കാൻ നമുക്ക് സ്ക്രീൻസ് വഴി കഴിയും. ടു റെഡ്യൂസ് ദി ലോഡ് ഓൺ ഫർദർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സ്. പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി ട്രീറ്റ്മെൻറ്റും സെക്കൻഡറി ട്രീറ്റ്മെൻറ്റും എല്ലാം വരുന്നുണ്ട്. സോ ഫർദർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സിലോട്ടുള്ള ലോഡ് കുറയ്ക്കുന്നതിനും നമുക്ക് സ്ക്രീൻസ് വഴി കഴിയും. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് സ്ക്രീൻസ് ക്ലാസിഫിക്കേഷൻ. സ്ക്രീൻസ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദി സൈസ് ഓഫ് ഓപ്പണിങ്സ്. സ്ക്രീൻസിൽ യൂണിഫോം സൈസുള്ള ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഈ ഓപ്പണിങ്സിൻ്റെ സൈസിൻ്റെ ബേസിൽ നമുക്ക് സ്ക്രീൻസ് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഫസ്റ്റ് വൺ, ഫൈൻ സ്ക്രീൻസ്. ഫൈൻ സ്ക്രീൻസിൽ ഓപ്പണിങ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 20 mm കുറവായിരിക്കും. മീഡിയം സ്ക്രീൻസ് ഓപ്പണിങ്സിൻ്റെ സൈസ് 20 mm-നും 50 mm-നും ഇടയിലായിരിക്കും. കോസ് സ്ക്രീൻസ് എന്ന് പറയുമ്പോൾ ഓപ്പണിങ്സിൻ്റെ സൈസ് ഒന്നും കൂടെ കൂടുതലായിരിക്കും. സോ ഓപ്പണിങ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 75 mm-നും 150 mm-നും ഇടയിലായിരിക്കും. ഇൻ അനദർ വേ വി ക്യാൻ ക്ലാസിഫൈ സ്ക്രീൻസ്. സ്ക്രീൻസിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ചും നമുക്ക് സ്ക്രീൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഫിക്സഡ് സ്ക്രീൻസ്, മൂവബിൾ സ്ക്രീൻസ്, മൂവിങ് സ്ക്രീൻസ്. സ്ക്രീന് ഫിക്സഡ് ആയിരിക്കും ഫിക്സഡ് സ്ക്രീൻസിൽ. മൂവബിൾ സ്ക്രീൻസിൽ നമുക്ക് വേണമെങ്കിൽ ആ സ്ക്രീൻസിനെ മൂവ് ചെയ്യിക്കാൻ കഴിയും. മൂവിങ് സ്ക്രീൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം മൂവ് ചെയ്തുകൊണ്ടായിരിക്കും. ഓക്കെ, ഫിക്സഡ് സ്ക്രീൻസ് അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് ബാർ സ്ക്രീൻസ്. ഫിക്സഡ് സ്ക്രീന് അഥവാ ബാർ സ്ക്രീനിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിംഗും ഒന്ന് നോക്കാം. The screen consists of parallel steel bars having equal spacing between them. ഫിക്സഡ് സ്ക്രീന് അല്ലെങ്കിൽ ബാർ സ്ക്രീനിൽ പാരലൽ ആയിട്ടുള്ള സ്റ്റീൽ ബാർസ് ഉണ്ടായിരിക്കും. ഈ പാരലൽ സ്റ്റീൽ ബാർസിനിടയിൽ ഈക്വൽ ആയിട്ടുള്ള സ്പേസിംഗ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ദി സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 300 to 600 to ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടലുമായിട്ട് ഒരു ആംഗിളിലാണ് സ്ക്രീന് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ ഈ മണലൊക്കെ തരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ സ്ക്രീന് നമ്മളൊരു ആംഗിളിലാണ് സെറ്റ് ചെയ്യുന്നത് അല്ലേ? ഒന്നും കൂടെ ഈസി ആയിട്ട് തരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ദി സീവേജ് ഈസ് അലൗഡ് ടു ഫ്ലോ ത്രൂ ദി സ്ക്രീൻ വിത്ത് എ വെലോസിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 0.6 m/s. സ്ക്രീനിലൂടെ കടത്തിവിടുന്ന സീവേജിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ചുരുങ്ങിയത് 0.6 m/s ഉണ്ടായിരിക്കണം.
All the floating solids larger in size than that of openings are retained on the screen. സ്ക്രീനിലെ ഓപ്പണിങ്ങിൻ്റെ സൈസിനേക്കാളും വലിയ പാർട്ടിക്കിൾസ് എല്ലാം സ്ക്രീനിൽ റീറ്റെയിൻ ചെയ്യപ്പെടും. They are removed periodically either by manual labor or automatically. നമുക്ക് ഓട്ടോമാറ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് തന്നെ ഈ ഫ്ലോട്ടിംഗ് മാറ്റേഴ്സിനെ പീരിയോഡിക്കലി റിമൂവ് ചെയ്യാവുന്നതാണ്. സ്ക്രീനിങ്സ് ആർ ഡിസ്പോസ്ഡ് ബൈ ബറിയൽ ഇൻ ട്രെഞ്ചസ് ഓർ ഡിസിൻറ്റഗ്രേഷൻ ഓർ ഇൻസിനറേഷൻ. ഈ സ്ക്രീനിങ്സ് നമുക്ക് തരിച്ച് കിട്ടുന്ന ആ വേസ്റ്റ് ഉണ്ടല്ലോ, അവ ഡിസ്പോസ് ചെയ്യുന്നതിന് പല മെത്തേഡ്സ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് വല്ല കുഴിയിലും കൊണ്ടുപോയിട്ട് തള്ളാം, അല്ലെങ്കിൽ ഈ സ്ക്രീനിങ്സിനെ പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കത്തിച്ച് കളയാം. പേപ്പർ വേസ്റ്റോ ഡ്രസ്സസിൻ്റെ വേസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് കത്തിച്ച് കളയാം. ഹിയർ ഇറ്റ് ഈസ് എ ഡയഗ്രാം ഓഫ് ഫിക്സഡ് സ്ക്രീൻ. ഓക്കെ, നെക്സ്റ്റ് preliminary treatment method is grit chamber. A grit chamber is an enlarged channel through which sewage is passed to remove grit. ഒരു ഗ്രിറ്റ് ചാമ്പർ എന്ന് പറയുന്നത് ഒരു നീളം കൂടിയ വലിയൊരു ചാനലാണ്. ഈ ചാനലിലൂടെ നമ്മൾ സീവേജിനെ കടത്തിവിടുകയും ഗ്രിറ്റ് റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഗ്രിറ്റ് എന്ന് പറഞ്ഞാൽ സാൻഡ് പാർട്ടിക്കിൾസ്, ചെറിയ സ്റ്റോൺ പാർട്ടിക്കിൾസ് ഒക്കെയാണ് വരുന്നത്. ഒബ്ജക്ട്സ്: to remove inorganic grit, sand, glass pieces, etc. of size 0.2 mm or more and of specific gravity 4 to 2.65. ഗ്രിറ്റ് ചാമ്പറിലൂടെ നമുക്ക് സാൻഡ് പാർട്ടിക്കിൾസ്, ഗ്രിറ്റ് പാർട്ടിക്കിൾസ്, ഗ്ലാസ് പീസസ് ഒക്കെ റിമൂവ് ചെയ്യാം. 0.2 mm അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൈസുള്ള പാർട്ടിക്കിൾസിനെയാണ് റിമൂവ് ചെയ്യുന്നത്. ഇത്തരം പാർട്ടിക്കിൾസിൻ്റെ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി പറയുന്നത് 4നും 2.65നും ഇടയിലായിരിക്കും. ടു റെഡ്യൂസ് ദി ലോഡ് ഓൺ സെഡിമെൻറ്റേഷൻ ടാങ്ക്. പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പ്രൈമറി ട്രീറ്റ്മെൻ്റ് ആണ്. സോ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ വരുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ഡിവൈസാണ് സെഡിമെൻറ്റേഷൻ ടാങ്ക്, അല്ലേ? സോ സെഡിമെൻറ്റേഷൻ ടാങ്കിലുള്ള ലോഡ് കുറയ്ക്കുന്നതിനും ഗ്രിറ്റ് ചാമ്പർ സഹായിക്കുന്നുണ്ട്. ലൊക്കേഷൻ: Grit chambers are generally placed before skimming tank or sedimentation tank and immediately after screens. പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിലെ സ്ക്രീൻസിന് ശേഷമാണ് ഗ്രിറ്റ് ചാമ്പർ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ സമയങ്ങളിലും പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിൽ സ്കിമ്മിംഗ് ടാങ്ക് പ്ലേസ് ചെയ്യണമെന്നില്ല. സ്കിമ്മിംഗ് ടാങ്ക് ഇല്ലാത്ത കേസസിൽ സെഡിമെൻറ്റേഷൻ ടാങ്കിന് മുമ്പായിട്ടാണ് ഗ്രിറ്റ് ചാമ്പർ പ്ലേസ് ചെയ്യേണ്ടത്, സ്ക്രീൻസിന് ആഫ്റ്റർ ആയിട്ടും. ഓക്കെ, സ്കിമ്മിംഗ് ടാങ്ക് ഉണ്ടെങ്കിൽ ഗ്രിറ്റ് ചാമ്പറിന് ശേഷം സ്കിമ്മിംഗ് ടാങ്ക് ആണ് പ്ലേസ് ചെയ്യേണ്ടത്. ദർ ആർ മെയിൻലി 3 types ഓഫ് ഗ്രിറ്റ് ചാമ്പേഴ്സ് ആർ അവൈലബിൾ. മാനുവലി ക്ലീൻഡ് ടൈപ്പ്, മെക്കാനിക്കലി ക്ലീൻഡ് ടൈപ്പ്, ഹൈഡ്രോളിക്കലി ക്ലീൻഡ് ടൈപ്പ്. നമ്മൾ എങ്ങനെയാണ് ഗ്രിറ്റ് ചാമ്പർ ക്ലീൻ ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ. മനുഷ്യന്മാരാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ മാനുവലി ക്ലീൻഡ് ടൈപ്പ്, മെക്കാനിക്കലി മെഷീനാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ മെക്കാനിക്കലി ക്ലീൻഡ് ടൈപ്പ്, ഹൈഡ്രോളിക്കലി വെള്ളം വഴിയാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ഹൈഡ്രോളിക്കലി ക്ലീൻഡ് ടൈപ്പ്. നെക്സ്റ്റ് വി ഹാവ് ടു ലുക്ക് കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ഗ്രിറ്റ് ചാമ്പേഴ്സ്. It is a masonry or concrete enlarged channel of 10 to 17 meter long. മെസൻട്രി കൊണ്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള 10 തൊട്ട് 17 മീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു ചാനലാണ്, എൻലാർജ്ഡ് ചാനലാണ് ഗ്രിറ്റ് ചാമ്പർ. ലാർജർ ഏരിയ ഓഫ് ഫ്ലോ സച്ച് ദാറ്റ് ദ വെലോസിറ്റി ഈസ് റെഡ്യൂസ്ഡ് ടു എ റേഞ്ച് ഓഫ് 0.15 മീറ്റർ പെർ സെക്കൻഡ് ടു 0.30 മീറ്റർ പെർ സെക്കൻഡ്. ഗ്രിറ്റ് ചാമ്പറിലെ ലാർജർ ഏരിയ ഓഫ് ഫ്ലോ ആയിരിക്കും. അതുവഴി തന്നെ അതിൻ്റെ വെലോസിറ്റി 0.15 മീറ്റർ പെർ സെക്കൻഡിനും 0.30 മീറ്റർ പെർ സെക്കൻഡുമായിട്ട് നമ്മൾ കുറക്കുന്നുണ്ട്. നമുക്കറിയാലോ, ഏരിയ കൂടുതലാവുക, വെലോസിറ്റി പതുക്കെ കുറച്ച് വരിക. സ്വാഭാവികമായിട്ടും അതിലടങ്ങിയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് സെറ്റിൽ ചെയ്യിച്ചൂടെ? ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്. 2 separate channels are provided, one to take minimum flow and one to take maximum flow. ഗ്രിറ്റ് ചാമ്പറിൽ നമുക്ക് 2 സെപ്പറേറ്റ് ചാനലുകൾ പ്രൊവൈഡ് ചെയ്യാം. ഒരു ചാനൽ മിനിമം ഫ്ലോ എടുക്കുന്നതിനാണ്, രണ്ടാമത്തെ ചാനൽ മാക്സിമം ഫ്ലോ എടുക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, യൂഷ്വലി എ ഡിറ്റൻഷൻ പീരിയഡ് ഓഫ് 60 seconds ഈസ് അഡോപ്റ്റഡ്.
ഗ്രിഡ് ചാമ്പറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റൻഷൻ പീരീഡ് മീൻസ് നമ്മൾ ഗ്രിഡ് ചാമ്പറിലൂടെ സീവേജ് ആണല്ലോ കടത്തിവിടുന്നത്. ഈ ഒരു സീവേജ് ഗ്രിഡ് ചാമ്പറിൽ ഏകദേശം 1 മിനിറ്റ് നേരത്തോളം നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നു, നിലനിർത്തുന്നു. ഓക്കെ, സോളിഡ് പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് ഡിറ്റൻഷൻ പീരീഡ് കൊടുക്കുന്നത്. When the sewage is allowed into the grid chamber, the velocity of flow is reduced due to increased area of cross-section of flow. വളരെ ലോ വെലോസിറ്റിയിലെ എല്ലാ ഇനോർഗാനിക് ഗ്രിഡ് പാർട്ടിക്കിൾസും ഗ്രാവിറ്റി വഴി നമ്മുടെ ചേംബറിൻ്റെ ബോട്ടത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. ഗ്രിഡ് സഫിഷ്യൻ്റ് എമൗണ്ടിൽ അക്കുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് വഴി റിമൂവ് ചെയ്യുന്നു. നമ്മൾ 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. മെക്കാനിക്കലി ക്ലീൻഡ് ടൈപ്പ്, ഹൈഡ്രോളിക്കലി ക്ലീൻഡ് ടൈപ്പ് ഓർ മാനുവലി ക്ലീൻഡ് ടൈപ്പ്. ഓക്കെ, ദി ഗ്രിഡ് ഈസ് ഡിസ്പോസ്ഡ് ബൈ ഫില്ലിംഗ് ലോ ലൈയിങ് ഏരിയാസ്. ഗ്രിഡ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് ലോ ലൈയിങ് ഏരിയാസിൽ കൊണ്ടുപോയിട്ട് ഫില്ല് ചെയ്തിട്ടാണ്. ഓക്കെ, താഴ്ന്നു കിടക്കുന്ന ഏരിയാസിൽ കൊണ്ടുപോയിട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ ആ ഒരു ലെവൽ നമുക്ക് കൂട്ടാൻ കഴിയില്ലേ. Detritus tank. It is similar to grid chamber in which the velocity is reduced to such an extent that an appreciable amount of organic matter is deposited along with grit. Detritus tank ഗ്രിഡ് ചാമ്പറിനോട് സിമിലർ തന്നെയാണ്. ഇവിടെ വെലോസിറ്റി കുറക്കുക വഴി നമുക്ക് അപ്രീഷ്യബിൾ എമൗണ്ടിൽ ഓർഗാനിക് മാറ്റർ കൂടെ ഡെപ്പോസിറ്റ് ചെയ്യിക്കാൻ കഴിയുന്നുണ്ട്. ഗ്രിറ്റിൻ്റെ കൂടെ ഓർഗാനിക് മാറ്റർ കൂടെ ഡെപ്പോസിറ്റ് ചെയ്യിക്കാൻ കഴിയുന്നുണ്ട്. ഓർഗാനിക് മാറ്റർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദി ഗ്രിറ്റ് ബൈ കൺട്രോൾഡ് എറേഷൻ. ഓർഗാനിക് മാറ്റർ നമുക്ക് ഗ്രിറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് എറേഷൻ വഴി. ഓക്കെ, സ്കിമ്മിങ് ടാങ്ക്സ് പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിലെ ലാസ്റ്റ് മെത്തേഡ് അഥവാ 3ാമത്തെ മെത്തേഡാണ് സ്കിമ്മിങ് ടാങ്ക്സ്. സ്കിമ്മിങ് ടാങ്കിൻ്റെ ഡെഫിനിഷനും ഒബ്ജക്റ്റീവ്സും നോക്കാം. ഇറ്റ് ഈസ് എ ചേംബർ ഇൻ വിച്ച് ദി ഫ്ലോട്ടിംഗ് സബ്സ്റ്റൻസ് ലൈക്ക് ഓയിൽ, ഫാറ്റ്, ഗ്രീസ് എക്സെട്ര ഈസ് സെപ്പറേറ്റഡ് ആൻഡ് റിമൂവ്ഡ്. സ്കിമ്മിങ് ടാങ്ക് എന്ന് പറയുന്നത് മറ്റൊരു ചേംബറാണ്. ഈ ഒരു ചേംബർ വഴി ഫ്ലോട്ടിംഗ് സബ്സ്റ്റൻസസ് ആയിട്ടുള്ള ഓയിലും ഫാറ്റും ഗ്രീസൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്ത് റിമൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നോക്കൂ, ഹോട്ടൽസിന്, കിച്ചൺസിന്, ഗ്യാരേജസിന്, സോപ്പ് ഫാക്ടറീസിനെല്ലാം കൺസിഡറബിൾ എമൗണ്ടിൽ ഓയിലും ഗ്രീസും ഫാറ്റുമെല്ലാം സീവേജിൽ വരുന്നുണ്ട്. സോ ഇവ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സിലെ ബയോളജിക്കൽ ആക്ഷനെ നന്നായിട്ട് തടസ്സപ്പെടുത്തുന്നുണ്ട്. സോ ഈ ഓയിലും ഫാറ്റും ഗ്രീസും ഒക്കെ റിമൂവ് ചെയ്യുക അത്യന്താപേക്ഷിതമാണ്. വർക്കിംഗ് കൺസിസ്റ്റ് ഓഫ് എ ചേംബർ ഇൻ ടു വിച്ച് സീവേജ് ഈസ് അലൗഡ് ആൻഡ് ഡീറ്റെയിൻഡ് ഫോർ അബൌട്ട് 3 minutes ആൻഡ് സ്കിംഡ് ബൈ സെൻഡിങ് കംപ്രസ്ഡ് എയർ ത്രൂ എയർ ഡിഫ്യൂസേഴ്സ് ലൊക്കേറ്റഡ് അറ്റ് ബോട്ടം. സ്കിമ്മിംഗ് ടാങ്കിൽ ഒരു ചാമ്പർ ഉണ്ടായിരിക്കും. ഈ ഒരു ചാമ്പറിലോട്ട് നമ്മൾ സീവേജിനെ കടത്തിവിടുകയും 3 മിനിറ്റ് നേരത്തേക്ക് ഡീറ്റെയിൻ ചെയ്യുന്നു. ഇവിടുത്തെ ഡീറ്റെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് 3 minutes ആണ്. ഓക്കെ, അതിനുശേഷം ഈ ഒരു സീവേജിലോട്ട് താഴെ ബോട്ടത്തിൽ ഡിഫ്യൂസേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും, എയർ ഡിഫ്യൂസേഴ്സ്. ഈ എയർ ഡിഫ്യൂസേഴ്സിലൂടെ കംപ്രസ്ഡ് എയർ കടത്തിവിടും. അങ്ങനെ ഈ സീവേജിനെ നന്നായിട്ട് കുലുക്കും. അങ്ങനെ കുലുക്കുക വഴി ഈ സീവേജിൽ നിന്ന് ഓയിലും ഗ്രീസും എല്ലാം സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. നൗ ദി ഓയിൽസ്, fats and greases whose specific gravity is less than 1 are separated from water and they float to the top surface. സ്പെസിഫിക് ഗ്രാവിറ്റി 1നേക്കാളും കുറവുള്ള ഓയിലും ഫാറ്റും ഗ്രീസുമെല്ലാം വെള്ളത്തിൽ നിന്ന് വേർതിരിഞ്ഞ് ടോപ്പ് സർഫസിലൂടെ ഒഴുകാൻ തുടങ്ങും. Then the floating substances are collected in outlet channel and then removed. ഈ ഒരു ഫ്ലോട്ടിംഗ് സബ്സ്റ്റൻസിനെ എല്ലാം ഔട്ട്ലെറ്റ് ചാനലിൽ കളക്ട് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഹിയർ ഇറ്റ് ഈസ് എ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സ്കിമ്മിംഗ് ടാങ്ക് ഈസ് ഗിവൺ. 7 എന്ന് കാണിച്ചിട്ടുള്ളത് കംപ്രസ്ഡ് എയർ കടത്തിവിടുന്നതാണ്. കംപ്രസ്ഡ് എയർ മുകളിലോട്ട് ഡിഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എയർ ഡിഫ്യൂസർ കൊടുത്തിട്ടുണ്ട്. 3 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് എയർ ഡിഫ്യൂസറാണ്. ഫിഗറിൽ നോക്കൂ, 8 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് സ്കമ്മാണ്. സ്കം മീൻസ് ഈ ഓയിലും ഫാറ്റും ഗ്രീസ് എല്ലാം ആണ്. ഓക്കെ, സ്കം പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്കം ട്രഫും കൊടുത്തിട്ടുണ്ട്.
So, in our today's section, we have discussed the preliminary treatment in detail. That is screens, grid chambers and skimming tank. Okay, thank you.